Hi all, today also we'll be discussing about some more examples of group. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഗ്രൂപ്പ്സിൻ്റെ എക്സാമ്പിൾസ് ആണെന്നോ അതിനകത്ത് ഉണ്ടായിരുന്നൊരു ഗ്രൂപ്പായിരുന്നു സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് അണ്ടർ അഡീഷൻ. ഇന്ന് നമ്മൾ നോക്കുന്ന വേറെ കുറച്ച് ഗ്രൂപ്പുകളാണ്. അതിൽ ആദ്യം ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന സെറ്റ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഇനി ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ നമ്പേഴ്സാണ്? ഫ്രാക്ഷൻ ഫോമിലുള്ള നമ്പേഴ്സാണ് ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കണ്ടീഷനുണ്ട് വേർ Q നോട്ട് ഈക്വൽ. അപ്പോൾ P/Q ഫോമിൽ അല്ലെങ്കിൽ ഫ്രാക്ഷനായിട്ടൊക്കെ വരുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാനായിട്ട് സെറ്റ് കിട്ടി. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ബൈനറി ഓപ്പറേഷൻ യൂഷ്വൽ അഡീഷനാണ്. ഈ സെറ്റ് സിക്ക് നമ്മൾ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ സെറ്റ് ക്യൂവിനും അഡീഷൻ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ യൂസ് ചെയ്ത് ഇതിനെ ഗ്രൂപ്പ് ആണോ എന്ന് നമ്മൾ നോക്കാം. ഇനി അഡീഷൻ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും അതിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയായ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന്. ഏതെങ്കിലും രണ്ട് ഫ്രാക്ഷൻസിനെ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരാവുന്ന ഒരു കേസുണ്ട്. നമ്മൾ ഒരു ഫ്രാക്ഷൻ എടുത്തു 1/2, അതിൻ്റെ കൂടെ ഞാൻ 1/2 തന്നെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? 2/2 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പം നിങ്ങൾക്ക് തോന്നും ഈ 1 എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഫോമിലല്ല, അപ്പോൾ ഇത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷേ ഈ 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/1 എന്ന് എഴുതാം അല്ലേ? എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? 1/1 എന്ന് എഴുതുമ്പോൾ ഇതിനെ വീണ്ടും P/Q ഫോമിലാക്കാമല്ലോ. അപ്പം ഇങ്ങനെ ഏത് രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു റാഷണൽ നമ്പർ തന്നെ ആയിരിക്കും. അത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. രണ്ടാമത്തെ പ്രോപ്പർട്ടിയായ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും ഇതുപോലെ തന്നെയാണ്. അഡീഷൻ്റെ കേസ് വരുമ്പോൾ അതും സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ളത് എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പം അഡീഷൻ ആണല്ലോ നമ്മൾ വന്നിരിക്കുന്ന ബൈനറി ഓപ്പറേഷൻ. അപ്പം ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ ഒരു P/Q എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ കൂടെ നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് P/Q തന്നെ കിട്ടണം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു നമ്പറേ ഉള്ളൂ, അത് 0 ആണ്. അപ്പോൾ 0 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് P/Q കിട്ടും. ഇനി നമുക്കുള്ള കണ്ടീഷൻ എന്താണ്? നമുക്ക് കിട്ടുന്ന ഈ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിലെ എലമെൻ്റ് ആയിരിക്കണം. അതായത് 0 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ക്യൂവിലെ എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ 0 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് സംശയം വരും, 0 എന്ന് പറയുന്നത് P/Q ഫോമിലല്ലല്ലോ. എന്നാൽ നിങ്ങളൊന്ന് നോക്കിയേ, 0ൻ്റെ കൂടെ ഏതൊരു ഡിനോമിനേറ്റർ കൊടുത്താലും 0/1 കൊടുത്താലും 0/2 കൊടുത്താലും 0/3 കൊടുത്താലും എല്ലാത്തിൻ്റെ ആൻസർ എന്ത് വരും? ഈക്വൽ ടു 0 ആണ്. ന്യൂമറേറ്റർ 0 ആയിരിക്കുന്നിടത്തോളം കാലം ഡിനോമിനേറ്റർ ഏതൊരു നോൺ സീറോ നമ്പർ കൊടുത്താലും നമ്മുടെ ആൻസർ 0 തന്നെ വരത്തുള്ളൂ. അപ്പം 0 എന്ന് പറയുന്നത് അതും സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. 0യെ നമുക്ക് 0/1 എന്നോ 0/2 എന്നോ 0/3 എന്നോ ഏതെങ്കിലും, നമുക്കുള്ള കണ്ടീഷൻ എന്താണ്? ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവരുതെന്നേ ഉള്ളൂ. അപ്പം നോൺ സീറോ ആയിട്ടുള്ള ഏതൊരു നമ്പർ ഡിനോമിനേറ്ററിൽ കൊടുത്തെന്ന് പറഞ്ഞാലും 0 എന്ന് പറയുന്ന ഈ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ 0യെ നമുക്കൊരു റാഷണൽ നമ്പറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ 0 ഈസ് എൻ എലമെൻറ്റ് ഓഫ് ക്യൂ. അപ്പം ഈ സെറ്റിനകത്തിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഏതാണ്? 0 ആണ്. നാലാമത്തെ കണ്ടീഷൻ എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് പറയുന്നത് എന്താണ്? നമ്മൾ ഈ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിലെ ഒരു നമ്പർ എടുത്у, P/Q ജനറലായിട്ടൊരു നമ്പർ എടുത്തു. അതിൻ്റെ കൂടെ ഞാൻ ഇൻവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്? 0 ആണ് കിട്ടേണ്ടത്. ഇനി P/Q എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 0 കിട്ടുന്നത്? ഏതൊരു നമ്പറിൻ്റെയും കൂടെ നമ്മൾ അതിൻ്റെ നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്താലേ നമുക്ക് 0 എന്നുള്ളൊരു ആൻസർ കിട്ടത്തുള്ളൂ. നമ്മൾ ഏതൊരു നമ്പർ എടുത്താലും ആ നമ്പറിൻ്റെ കൂടെ അതിൻ്റെ നെഗറ്റീവ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 0 ആയിരിക്കും. അപ്പോൾ സെറ്റ് ഓഫ് റാഷണൽ P/Qൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഓഫ് P/Q ആണ്. മൈനസ് ഓഫ് P/Q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിൽ ഉണ്ടോ എന്ന് മാത്രം നമ്മൾ ഇനി നോക്കിയാൽ മതി. P/Q ഫോമിലാണല്ലോ, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിനകത്ത് വരുന്നതാണ്. ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിനകത്ത് പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ -P/Q എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്താലേ നമുക്ക് 0 കിട്ടത്തുള്ളൂ. അപ്പോൾ P/Qൻ്റെ കൂടെ നമുക്ക് മൈനസ് ഓഫ് P/Q ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 0 കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. -P/Q ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? -P/Q ആണ് ഇതിനകത്തിൽ ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പം ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും ഇൻവേഴ്സ് എന്ന് പറയാം. ഇനി നമ്മളൊന്ന് ജനറലൈസ് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അഡീഷൻ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ
ഐഡൻറ്റിറ്റി എപ്പോഴും 0 ആയിരിക്കും. കാരണം ഏതൊരു നമ്പറിൻ്റെ കൂടെയും 0 ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതേ നമ്പർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് എപ്പോഴും 0 ആയിട്ടേ വരത്തുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന നമ്പറിൻ്റെ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. കാരണം ആഡ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു നമ്പറിൻ്റെ കൂടെ അതിൻ്റെ നെഗറ്റീവ് ആഡ് ചെയ്താലേ നമുക്ക് 0 ആയിട്ടുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പം ജനറലായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അഡീഷൻ എന്ന് പറയുന്നൊരു ബൈനറി ഓപ്പറേഷൻ വരുമ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി മിക്കപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാറുണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാറുണ്ട്. അതിനകത്തിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 ആയിരിക്കും. കാരണം ഏതൊരു നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ നമ്പർ കിട്ടത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ നെഗറ്റീവ് നമ്പറും ആയിരിക്കും. ഈ 0 ആയിട്ടുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റും അതിൻ്റെ നെഗറ്റീവും ഇതേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സെറ്റിനകത്തിലെ മെമ്പേഴ്സ് ആണോ എന്നും കൂടെ നോക്കിയാൽ മതി നമുക്ക് അത് ഗ്രൂപ്പ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ അഡീഷൻ ഈസ് എ ഗ്രൂപ്പ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. വേറൊരു സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്ത് നോക്കാം. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ബൈനറി ഓപ്പറേഷൻ അഡീഷനാണ്. അപ്പോൾ നമുക്കിനി ഓരോ കണ്ടീഷനായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന്. ഏതെങ്കിലും രണ്ട് റിയൽ നമ്പേഴ്സിനെ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു റിയൽ നമ്പർ ആയിരിക്കും. അത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുക. അതപ്പോൾ നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ജനറലായിട്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ എക്സാമ്പിൾ വെച്ച് നോക്കാം. ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ റിയൽ നമ്പർ തന്നെ കിട്ടുന്നുണ്ടോയെന്നും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോയെന്നും നോക്കാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ളത് എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് റിയൽ നമ്പേഴ്സിലുള്ള ഒരു എലമെൻ്റ് ആണെങ്കിൽ ആ എയുടെ കൂടെ ഞാൻ 0 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എ തന്നെ കിട്ടും. 0 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനകത്തിലൊരു എലമെൻ്റ് ആണ്. 0 ഇസ് എൻ എലമെൻറ്റ് ഓഫ് ആർ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതിനകത്തിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 ആണെന്ന്. നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ളത് എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. അപ്പോൾ ഞാൻ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ആറിലേതെടുത്തു. എയുടെ കൂടെ ഞാൻ -a ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്തിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടുള്ള 0 കിട്ടും. -a എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് റിയൽ നമ്പർ. അത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കാരണം പോസിറ്റീവ് റിയൽ നമ്പറിനോ നെഗറ്റീവ് റിയൽ നമ്പറിനോ അല്ല നമ്മൾ സെറ്റ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനാണ്. അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഇൻക്ലൂഡഡ് ആണ്, 0യും ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടുള്ള 0യും റിയൽ നമ്പേഴ്സിലെ എലമെൻ്റ് ആണ്. നെഗറ്റീവ് ഓഫ് എ എന്ന് പറയുന്നത്, അതായത് ഒരു റിയൽ നമ്പർ എടുത്താൽ അതിൻ്റെ നെഗറ്റീവും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലെ എലമെൻ്റ് ആണ്. അപ്പം ഇൻവേഴ്സ് എന്താണ്? മൈനസ് ഓഫ് എ. അതായത് ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും അതിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ ഈസ് എ ഗ്രൂപ്പ് എന്ന്. ഇനി നമുക്ക് വേറൊരു സെറ്റ് നോക്കാം. നമ്മൾ മുമ്പേ ഡിഫൈൻ ചെയ്ത സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഇല്ലേ? പക്ഷേ ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് Q+ എന്ന് പറയുന്നൊരു സെറ്റ്, അതായത് സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ എന്താണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എടുക്കാൻ പാടില്ല, പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? +p/q ഫോമിലായിരിക്കും വരുന്നത്. ഒരിക്കലും ഇത് ഒരു നെഗറ്റീവ് നമ്പർ ആവത്തില്ല. വേർ q ≠ 0 ഈ ഫോമിലുള്ള നമ്പേഴ്സ് ആയിരിക്കും പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. ഇതിനകത്ത് 0 ഇൻക്ലൂഡഡ് ആണോ? ഈ സെറ്റിനകത്ത് 0 ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ബൈനറി ഓപ്പറേഷൻ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി നമുക്കിത് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിനെ നമുക്ക് ഓരോ പ്രോപ്പർട്ടി ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു p/q എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. അതിനെ ഞാൻ p/q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുന്നത്? p²/q². അപ്പം രണ്ട് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു ആൻസറും ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ തന്നെയാണ്. ഇത് പോസിറ്റീവ് റാഷണൽ നമ്പർ ആണോ, നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പം ദിസ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് Q+. അപ്പോൾ ഇത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് ഇട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. നമ്മൾക്ക് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇൻവേഴ്സ് എലമെൻറ്റ് കണ്ടുപിടിക്കാനും ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കാനും. അതുകൊണ്ടാണ് ഞാൻ ക്ലോഷറും അസോസിയേറ്റീവും അത്ര സ്ട്രെസ് ചെയ്യാത്തത്. കാരണം കഴിഞ്ഞ എക്സാമ്പിളിലെല്ലാം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് ഇട്ട് നോക്കിയാൽ മതി. ഈ പ്രോപ്പർട്ടികൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പോൾ ഞാൻ ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ എടുത്തു.
ഇനി ആ ഒരു നമ്പറിൻ്റെ കൂടെ ഇവിടുത്തെ നമ്മുടെ ബൈനറി ഓപ്പറേഷൻ എന്താണ്, മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ, അപ്പോൾ p/q കൂടെ ഞാൻ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് കിട്ടേണ്ടത്, p/q തന്നെയാണ് കിട്ടേണ്ടത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഏതൊരു നമ്പറിൻ്റെ കൂടെയും 1 മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എനിക്ക് എന്താ കിട്ടത്തുള്ളൂ, അതേ നമ്പർ തന്നെ കിട്ടത്തുള്ളൂ. നമ്മൾ മുമ്പേ നോക്കിയ കേസിൽ എന്താണ്, അഡീഷൻ്റെ കേസിൽ എന്താണ്, ഏതൊരു നമ്പറിൻ്റെ കൂടെയും 0 ആഡ് ചെയ്താലാണ് നമുക്ക് അതേ എലമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ 0 ആയിരിക്കും അഡീഷൻ വരുന്ന കേസിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. എന്നാൽ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കേസിൽ എന്താണ്, ഏതൊരു നമ്പറിൻ്റെ കൂടെയും 1 മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് അതേ നമ്പർ കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, 1 എന്ന് പറയുന്നത് ഈ സെറ്റിലെ എലമെൻ്റ് ആണോ എന്നാണ് നോക്കേണ്ടത്. 1 എന്ന് പറയുന്നത് ഏത് ഫോമിൽ തന്നെ എഴുതാം, 1 = 1/1 എന്ന് നമുക്ക് എഴുതാം. അതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ സെറ്റിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഇനിയും നാലാമത്തെ എന്താണ്, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഇനി ഞാൻ p/q എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ കൂടെ എന്ത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടുള്ള 1 കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഞാൻ p/q കൂടെ ഏത് നമ്പർ, ഇപ്പം ഞാൻ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ എടുത്തപ്പം a എന്ന് മാത്രമുള്ളൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് 1 കിട്ടുന്ന ആൻസർ ആയിട്ടുള്ളത്, 1/a മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് 1 കിട്ടത്തുള്ളൂ. അതായത് നമ്മൾ ഇവിടെ എടുക്കുന്ന ഏത് നമ്പർ ആണോ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 1 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത്. അപ്പം p/q നമ്മളൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്, 1/p/q ആണ് അല്ലേ. അതെന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം, q/p എന്ന് എഴുതാം. അതായത് p/q കൂടെ q/p ചെയ്താലാണ് എന്ത് നമുക്ക് കിട്ടുന്നത്, പിയും പിയും ക്യാൻസലായി പോവും, ക്യൂവും ക്യാൻസലായി പോവും, നമുക്ക് ആൻസർ 1 കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊരു p/q ഫോമിലുള്ളൊരു നമ്പർ എടുത്താലും അതിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള q/p ഇല്ലെങ്കിൽ 1/p/q അതെടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടുള്ള 1 ആൻസർ കിട്ടും. ഇനി q/p എലമെൻ്റ് ഓഫ് റാഷണൽ നമ്പർ ആണോ, q/p എന്ന് പറയുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ഇനി നമുക്ക് നോക്കേണ്ട എന്താണ്, ഡിനോമിനേറ്റർ = 0 ആവുന്ന കേസിലാണെങ്കിൽ മാത്രമാണ് ഇതൊരു റാഷണൽ നമ്പർ ആവത്തുള്ളൂ. അപ്പോൾ q/p എടുത്ത് നോക്കിയേ, ഇത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, p ≠ 0 ആണ്. അപ്പോൾ ഇതൊരു എലമെൻ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ്. അപ്പോൾ q/p ഈസ് എൻ എലമെൻ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പർ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ ഫോംസ് എ q പ്ലസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് എ ഗ്രൂപ്പ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എടുത്ത്, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് റാഷണൽ നമ്പർ എടുത്തെന്ന് വെച്ചോ, -p/q, അതായത് q മൈനസിനകത്തുള്ള ഒരു എലമെൻറ്റാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചു. അപ്പം നമുക്കിതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് ഞാൻ ഇപ്പം നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എടുത്തു, അതിനകത്തുള്ള ഒരു എലമെൻറ്റിൻ്റെ ഫോമാണ് -p/q വേർ q ≠ 0. ഇതായിരിക്കും ഒരു നെഗറ്റീവ് റാഷണൽ നമ്പറിൻ്റെ ഫോം. അപ്പോൾ ഇനി ഞാൻ ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നോക്കുന്നത് എങ്ങനെയാണ്, 2 നെഗറ്റീവ് റാഷണൽ നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഒരു നെഗറ്റീവ് റാഷണൽ നമ്പർ തന്നെ കിട്ടുമോ എന്ന് നോക്കാം. അപ്പം ഞാനൊരു -p/q -p/q ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എന്താ വരുന്നത്, p²/q² ആണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് റാഷണൽ നമ്പർ ആണോ, ഇതെന്ന് പറയുന്നത് q മൈനസിനകത്ത് ഉള്ള ഒരു എലമെൻ്റ് അല്ല, ഇതൊരു പോസിറ്റീവ് നമ്പറാണ്. നമുക്ക് ഈ 2 നെഗറ്റീവ് റാഷണൽ നമ്പറിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു പോസിറ്റീവ് റാഷണൽ നമ്പറാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി തന്നെ, ക്ലോഷർ പ്രോപ്പർട്ടി തന്നെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതുകൊണ്ട് q മൈനസ് എന്ന് പറയുന്നത് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗ്രൂപ്പ് ആവത്തില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എടുത്താലേ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ അതൊരു ഗ്രൂപ്പ് ആവത്തുള്ളൂ. നെഗറ്റീവ് റാഷണൽ നമ്പർ വരുമ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പോൾ അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യത്തില്ല.